വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നിട്ട് അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിട്ടിരിക്കുന്നിട്ടാ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ, നോമ്പ് 9 വെള്ളിയാഴ്ചയില്ലേ. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമുണ്ടല്ലേ. ഓരോ ദിവസവും നോമ്പ് എത്ര പെട്ടെന്നാണല്ലേ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റാഹത്തോടെ ആരോഗ്യത്തോടു കൂടി ആയുസോടു കൂടി നോമ്പൊക്കെ നോറ്റി വിട്ടാലുള്ള ആരോഗ്യ ആയുസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്കും ഷെയർ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, സന്തോഷങ്ങൾ, യാത്രകൾ, പിന്നെ എന്താ പറയുക, ഇതാ ഈ അടുക്കളയിലെ എൻ്റെ ഒരു കുഞ്ഞു ലോകം, ഇതാണ് ഈ അടുക്കള. അപ്പോൾ മോളും കാക്കയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ലോകം എന്ന് പറഞ്ഞത് ഈ അടുക്കളയിലുള്ള വിശേഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ പാടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ വലിയ കുക്കിങ്ങോ അങ്ങനെയൊന്നുമല്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് ഞാനിങ്ങനെ പാചകം ചെയ്യും, അതിങ്ങനെ വീഡിയോസ് ഇടും, അത്രയൊക്കെ തന്നെ. നമ്മുടെ ലോകം ആ ഒരു കിച്ചണിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയുണ്ട് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയും വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ചെറിയ സപ്പോർട്ടും അത് എനിക്ക് ഏറ്റവും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസവും ഞാൻ നീറ്റ് നോക്കുമ്പോൾ തന്നെ നോക്കും, എന്താ പറയുക, നമ്മുടെ ഫാമിലീൻ്റെ അന്ന് കൂടിക്കണോന്നാണ് കേട്ടോ നോക്കൽ. ഒന്ന് വെച്ചിട്ട് കൂടിക്കണമെങ്കിലും എനിക്കത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇൻഷാ അല്ലാ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ഒരു ഫാമിലിയും അത്യാവശ്യം വലിയൊരു ഫാമിലി ആയിങ്ങാണ്ട് ആവും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. ഇൻഷാ അല്ലാ ശരിയായിക്കോളൂ അല്ലേ. എല്ലാം മെല്ലെ അല്ലേ ശരിയാവുള്ളൂ അല്ലേ. എല്ലാം പെട്ടെന്ന് ശരിയാവണമെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ ഫാമിലി വലിയൊരു ഫാമിലി ആയിങ്ങാണ്ട് ശരിയാവുന്ന ഒറ്റ പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ ടൈം പാസിനെ തുടങ്ങിയതൊന്നല്ല കേട്ടോ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്, മോളും കാക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്. ആദ്യമൊക്കെ ഞാൻ 1-2 ചെറുതായ രീതിയിൽ ഓരോ വർക്കിനൊക്കെ ഞാൻ പോയിരുന്നു. ഇപ്പം ഞാൻ പോണില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇത് മോളായിട്ട് തുടങ്ങി വെച്ചിരുന്ന ചാനലാണ്. പിന്നെ അവളങ്ങനെ പിന്നെ അത് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതായപ്പോൾ പിന്നെ ഞാനത് എന്താ പറയുക, ഞാനായിട്ട് പിന്നെ ഓരോന്ന് അപ്ലോഡ് ചെയ്തുങ്ങാണ്ട് ഒന്ന് പൊടി തട്ടിയെടുത്ത് അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പം മാഷാ അല്ലാ എന്തായാലും നമ്മുടെ ഫാമിലി 1K അത് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിച്ചിട്ട് ഒരു ടൈം പാസിന് തുടങ്ങിയൊന്നല്ല, ഇതിൽ കൂടെ എന്തെങ്കിലും എൻ്റെതായ ആവശ്യങ്ങൾ നിറവേറി കൊടുക്കാനും, പിന്നെ അത് മാത്രമല്ല നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഇത് വേറെ തന്നെ അല്ലേ. നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ കയ്യിൽ തന്നെ എടുത്ത് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ അല്ലേ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് തന്നെയുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെതായ രീതിയിൽ ഒരു ചെറിയൊരു വരുമാന മാർഗം അതാണ് കണക്കാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണമെന്ന് ഞാൻ എന്താ പറയുക, സപ്പോർട്ട് വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണം. അടിക്കൽ, തുറക്കൽ, തിരുമ്പൽ, പാത്രങ്ങൾ, അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ പിന്നെ ചോറൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കണുള്ളൂ. പിന്നെ ഒന്ന് കുറച്ച് പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പൊടിൻ്റെ അവസ്ഥ എന്താണെന്ന് നിൽക്കാമല്ലോ. അതിന് മുന്നേ ഒരു ദിവസം പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടി പൊടി എടുത്തപ്പോൾ ആ പൊടി പുട്ടുപൊടി പോലെ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അത് നാശമായിപ്പോയി. ഇപ്പോൾ ഒരു പൊടി എടുത്താണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചുറ്റുങ്ങാണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് പൊക്കോട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പൊക്കോട കഴിക്കുന്ന ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടാക്കി ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ വയ്ക്കാം. ഇത് ഞാൻ ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് എന്താ പറയുക, പൊക്കോടൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിഞ്ഞൊരു സംഭവം തന്നെയാണ്. ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കണോണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ. ഏതായാലും വീഡിയോ എടുക്കില്ല, അപ്പോൾ ഞാൻ തന്നെ പറയണമെന്നുള്ളൂ കേട്ടോ. പൊക്കോടത്തിനെക്കാട്ടി നല്ല ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ യൂട്യൂബിൽ കാണലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് നിങ്ങളേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമല്ല. അതിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യാമല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും മറക്കരുത് കേട്ടോ. അപ്പം അത് ആദ്യമേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഇട്ട് കൊടുക്കുന്നു. നമുക്കിത് പൊക്കോടൊക്കെയുള്ള മാവൊക്കെ റെഡിയാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഉള്ളി ഉണ്ട്, പിന്നെ കുറച്ച് കടലമാവ്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ എന്നിട്ട് ഉപ്പ്, മുളകും പൊടി, ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കുഴച്ചിങ്ങാണ്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടോ. ഞാനിപ്പോൾ നമുക്ക് ചട്ടിയിട്ട് ചുട്ടെടുക്കാം. സ്പൂൺ കൊണ്ട് കോരിങ്ങാണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്.
ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ആണ്. എനിക്കങ്ങനെ തോന്നലുണ്ട്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആവും, ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ. എന്നാലും പൊരിക്കടിയല്ലേ, എല്ലാവരും ഉണ്ടാക്കിയാൽ നമ്മൾ തിന്നൂല്ലേ. പൊരിക്കടിക്ക് അങ്ങനെ ഇന്ന ആൾ ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിടാം. പിന്നെ നോമ്പായതുകൊണ്ടാണ് കേട്ടോ. നോമ്പല്ലാണ്ട് എന്തെങ്കിലും സ്കൂളിൽ തന്നിട്ടുണ്ടെങ്കിലും മോളും എന്തെങ്കിലുമൊക്കെ സഹായിക്കട്ടെ. പിന്നെ നോമ്പ് ഒറ്റുങ്ങാണ്ട് പാവല്ലേ, എനിക്കൊരു പാവം തോന്നും. അപ്പൊ ഞാൻ പിന്നെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നോമ്പ് ഒറ്റുകാണ്ട് സ്കൂളിൽ വരുമ്പോൾ പാവം തോന്നും. അപ്പോൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ചു നേരം പോയി കിടന്നു ഉറങ്ങും ഇട്ടാ. എന്നാലും പറയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അങ്ങനെ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാ പറയും, പിന്നെ ഞാൻ മുറിച്ചിട്ടരാ, ഞാൻ അരിഞ്ഞുതരാന്നൊക്കെ. പക്ഷെ പാവല്ലേ, പാവം എന്താ പറയാ, നോമ്പൊക്കെ നോറ്റ് വരുമ്പോൾ നമ്മളോട് വീട്ടിലിരിക്കല്ലേ. എന്നാലും നമുക്കും ഉണ്ട് ക്ഷീണം, ഇല്ലായില്ല. നമ്മളും ഇങ്ങനെ അടുക്കളയിൽ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തോണ്ടിരിക്കാനല്ലോ. പക്ഷെ എന്നാലും അങ്ങനെ പുറത്ത് പോയി വരുമ്പോൾ പാവം തോന്നുമ്പോൾ ഞാൻ വേണ്ടാരും. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിട്ട് വരും. അവള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ. ഇപ്പോൾ ഏകദേശം സ്കൂൾ വിടാനായിരിക്കുന്നത്. 2:40 ആകുമ്പോൾ സ്കൂൾ വിടും. ഒരു 3 ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നനഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ പോകും. ഇങ്ങനെ എന്തെങ്കിലും പണി എടുക്കണം കണ്ടാൽ പിന്നെ അധികം കൂടും. അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ വരുന്നതിന് മുന്നേ പൊരിക്കടി ഉണ്ടാക്കി വെക്കലുണ്ട്. എന്നിട്ട് പിന്നെ പൊരിക്കടി ആദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ചോറും കറിയുമൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യല്. ചിലപ്പോൾ ദിവസം മാറിപ്പോകും, ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും, ഓരോ ഇതിനനുസരിച്ച്. ഇന്ന് പിന്നെ ചെറിയൊരു എന്താ പറയുക കാലുകടച്ചിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നടക്കല്. പിന്നെ എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കണ്ടേ. ഞാൻ ഒറ്റയ്ക്കാണ് നോമ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. ചിലപ്പോൾ ചോറ് മാത്രം തിന്നാനും ഉണ്ടായിരിക്കും. പക്ഷെ അവരും കൂടി നോമ്പ് തുറക്കാൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ടേബിളിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഒരു എണ്ണക്കടി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഏതെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും വല്ല അപ്പം കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ട വെച്ചിട്ട് എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്കിനി തിരിച്ച് മറിച്ചിട്ട് എടുത്താൽ കേട്ടോ. അടുക്കളയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പോഴേ ഒരു ബോറടി മാറ്റാൻ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വയലിൽ കേട്ടുകൊണ്ടിരിക്കും. നല്ല രസമാണല്ലോ. ചിലപ്പോൾ വയലിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ ഒരു സങ്കടമാവും. എന്നാലും അത് കേട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ടിട്ടുങ്ങാണ്ട് ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ സമയം പോകില്ലല്ലോ. ആരെങ്കിലുമൊക്കെ മുന്നേ പറഞ്ഞിരിക്കാണ്ടെങ്കിലല്ലോ നമുക്ക് സമയം പോവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യല്. അപ്പോൾ നിങ്ങളടുത്തൊക്കെ പണി എവിടെ വരെ എത്തി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണേ. ഈ പൊക്കോടെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് കടലമാവായതുകൊണ്ടായിരിക്കുമല്ലോ അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. സംഭവം ഉള്ളിവട പോലെ തന്നെയാണല്ലോ അല്ലേ. ഉള്ളിവട ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഇതാക്കി ചെറുതാക്കി ഇടുന്നുള്ളൂ. പക്ഷെ ഉള്ളിവടക്ക് മൈദപ്പൊടി ആയതുകൊണ്ടും ഇത് കടലമാവ് ആയതുകൊണ്ടും ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ അല്ലേ. കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഒരു 2 ട്രിപ്പ് അത്രേ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. അത്ര മതിയല്ലോ. നോമ്പ് ഇറക്കുമ്പോൾ ഞാനും മോള് മാത്രമേ ഉണ്ടാവുള്ളൂ. കാക്ക അവിടുന്ന് നോമ്പ് ഇറന്ന് ഏകദേശം വീട്ടിലെത്തുമ്പോഴത്തേന് 8:30-8 മണിയൊക്കെ ആവും. ചില ദിവസം നേരം വരും, ചില ദിവസം നേരത്തെ വരും. അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ കടികൾക്കും അങ്ങനത്തേനൊന്നും കാക്കക്ക് ആവശ്യം ഉണ്ടാവില്ല. പറയും പോകുമ്പോൾ തന്നെ പറയലുണ്ട് വേണ്ട എടുത്ത് വെക്കണ്ടെന്ന് പറയലാണ്. എന്നാലും നമ്മളെ പരീക്ഷണ സാധനങ്ങളെല്ലാം വെച്ചിട്ട് 1-2 അഡ്ജസ്റ്റ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പൊക്കോട അവിടെ ഏകദേശം റെഡി ആവാനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് പോയോ വരെ പല സൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പൊക്കോട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പ് പറഞ്ഞിട്ട് തിന്നു നോക്കിയാൽ അറിയുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്.
കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പൊക്കോടൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ പറയണില്ലേ. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് പൊക്കോട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. കാരണം എന്താ വെച്ചാൽ ഓഫാക്കിയിട്ട് ചെറിയൊരു പണി കൂടി ഉണ്ട്. പുറത്ത് പിന്നെ ഞങ്ങളൊരു അയൽവാസി ചെറിയൊരു ആവശ്യമായിട്ട് വന്നിരിക്കണം. അപ്പോൾ അതൊന്ന് പോയിട്ട് വരാം. അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ മറക്കരുത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ നമ്മുടെ പക്കോട റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഇത് നമുക്കിനി പാത്രത്തേക്ക് കോരിയേക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് അടുത്ത പക്കോട കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.